അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സംഭവം നടക്കുന്നത് സ്തോത്രം യേശുവിന്റെ ഉയർപ്പിന് ശേഷം, ഹല്ലേലൂയ, പെന്തക്കോസ്ത് സ്തോത്രം നാളിന് ശേഷം സംഭവിച്ച ആദ്യകാല പുതിയ നിയമ ദൈവസഭയുടെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതമായിട്ടാണ് സ്തോത്രം ഈ വചനത്തെ നാം കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നാം വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് വെളിപ്പെടുത്തും. സ്തോത്രം, ഹല്ലേലൂയ. യെരുശലേമിലെ ദേവാലയം യഹൂദന്മാരുടെ ആരാധന കേന്ദ്രം. സ്തോത്രം, യേശുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ പോലും അപ്പോഴും ഈ ആരാധനാലയത്തിലേക്ക് കയറി ചെല്ലുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ ആലയത്തിലേക്ക് കയറി വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവർ പ്രതീക്ഷിക്കാത്ത, ശിഷ്യന്മാർ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദൈവിക നിയോഗത്തിലേക്ക് സ്തോത്രം പുതിയ നിയമസഭയെ കടം പിടിച്ചുയർത്തുന്ന ഒരനുഭവം സ്തോത്രം ആ കൂടാരത്തിൽ, ആലയത്തിൽ സംഭവിച്ചു എന്ന് നാം ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. സ്തോത്രം, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, പ്രാർത്ഥനാ സമയത്ത് ആരാധനാലയത്തിലേക്ക് അവർ ചെന്നപ്പോൾ, സാധാരണയായി ചെല്ലുന്നത് പോലെ ആലയത്തിലേക്ക് അവർ കയറി ചെന്നപ്പോൾ, സ്വത്രം അവർ പുറത്ത് വന്നപ്പോൾ, സ്വത്രം അവരുടെ സ്വത്രം നോക്കിയേ, ഇന്നലെ വരെ കാണാത്ത ഒരു ദൈവിക പ്രവൃത്തി അവരിലൂടെ ദൈവം സ്വത്രം ഇസ്രായേലിന്റെ മണ്ണിൽ തുറന്നു. സ്വത്രം, ഹല്ലേലൂയ. ഈ രാത്രിയിൽ വിവിധ ടൈമുകളിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വത്രം പുതിയ നിയമസഭയുടെ ആരംഭങ്ങളിൽ നടന്ന ദൈവിക അത്ഭുതങ്ങൾ ഇനിയും നടക്കും, ഇപ്പോഴും നടക്കും, ഈ രാത്രിയിലും നടക്കും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വത്രം അത്ഭുതം നാം കണ്ടു തന്നെ മടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്നൊന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പുതിയ നിയമസഭയുടെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ആരൊക്കെയോ പറയുന്നുണ്ട് സ്വത്രം അന്ന് അപ്പോസ്തലന്മാർ ചെയ്തതൊന്നും ഇപ്പോൾ ആർക്കും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്യുന്ന ദൈവഭക്തന്മാർ എവിടെ കൂടിയാലും ആ അത്ഭുതം റിപ്പീറ്റ് ചെയ്യും, ആ അത്ഭുതം സംഭവിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നോക്കിയേ, സഭ പൂർണ്ണമായ യഹൂദ സമൂഹത്തിൽ നിന്നും വേർപെട്ടിരുന്നില്ല. സ്വത്രം ആരാധനാലയത്തിലേക്ക് സ്വത്രം യേശുവിന്റെ ശിഷ്യന്മാർ കയറി ചെല്ലുകയാ. സ്വത്രം എന്നാൽ സ്വത്രം അവിടെ കയറി ചെന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 2 വ്യക്തികളാണ്, ഒന്ന് പത്രോസും ഒന്ന് യോഹന്നാനും. യേശുവിന്റെ പ്രധാന ശിഷ്യന്മാർ, യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികൾ. സ്വത്രം, ഹല്ലേലൂയ. യേശുവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ട മനുഷ്യർ. സ്വത്രം, ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രാധാന്യം അർഹിക്കുന്ന സ്വത്രം ഏറ്റവും യേശു ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ 2 വ്യക്തിത്വമാണ് സ്വത്രം പത്രോസും യോഹന്നാനും. സ്വത്രം നോക്കിയേ, പഴയ നിയമ സഭയിൽ നിന്നും പുതിയ നിയമസഭയുടെ സ്വത്രം ഹല്ലേലൂയ ഒരു നീക്കമാണ് സ്വത്രം ഹല്ലേലൂയ സുന്ദരം എന്ന ദേവാലയത്തിനകത്ത് സംഭവിച്ചത്. സ്വത്രം അതിന്റെ പരിസരത്ത് സംഭവിച്ചത് എന്ന് വെച്ചാൽ പഴയ നിയമത്തെ ദൈവം സ്വത്രം നിഴലാക്കി നിർത്തി സ്വത്രം ഹല്ലേലൂയ സ്വത്രം പുതിയ നിയമസഭയുടെ പ്രവർത്തന രീതിയെ വെളിപ്പെടുത്തിയ ഇടം എന്ന് വെച്ചാൽ സ്വത്രം അപ്പോസ്തലന്മാർ ഒരുമിച്ച് മർക്കോസിന്റെ മാളികയിൽ ഒരുമിച്ച് കൂടി അഭിഷേകമെല്ലാം പ്രാപിച്ചുവെങ്കിലും സ്വത്രം സഭയുടെ സ്വത്രം ഹല്ലേലൂയ അത്ഭുതത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ട ഇടം. സ്വത്രം ഇവിടെ ഇങ്ങനെയാ ചരിത്രം പറയുന്നത്. സ്വത്രം ഹല്ലേലൂയ അഭിഷേകം ലഭിച്ചതിന് ശേഷം സ്വത്രം കാര്യസ്ഥന്റെ ഉത്തരവാദിത്വത്തിലേക്ക് സഭ മാറിയതിനു ശേഷം ആദ്യം നടന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് സ്വത്രം ഈ ദേവാലയത്തിന്റെ പരിസരത്ത് നടന്ന അത്ഭുതം. സ്വത്രം ഹല്ലേലൂയ. നോക്കിയ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യൻ, സ്വത്രം ഹല്ലേലൂയ, ജനനം മുതൽ സ്വത്രം മുടന്തനായ മനുഷ്യനെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് ആലയത്തിന്റെ സ്വത്രം ഹല്ലേലൂയ ഗോപുരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നിരുത്തും. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. ആ ആലയത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സുന്ദരം എന്ന ദേവാലയ ഗോപുരം, സ്വത്രം ബ്യൂട്ടിഫുൾ ഗേറ്റ്, സ്വത്രം ഹല്ലേലൂയ, വെങ്കലവും സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് സ്വത്രം നിർമ്മിച്ചിരിക്കുന്ന മനോഹരമാകുന്ന സ്വത്രം ഒരു കവാടം. സ്വത്രം ഹല്ലേലൂയ. മനോഹരമാകുന്ന കവാടം, വിലപിടിപ്പുള്ള കവാടം. സ്വത്രം ഹല്ലേലൂയ. നോക്കിയേ, സ്വത്രം ആരാധനാലയത്തിനകത്ത സ്വത്രം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിന്നത് സ്വത്രം പുരോഹിതന്മാർക്കും ആ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആ ദൈവ സാന്നിധ്യം സ്വത്രം പ്രാകാരങ്ങളിൽ നിന്ന് കണ്ട് മടങ്ങേണ്ടി വന്നിരുന്ന ജനക്കൂട്ടം. സ്വത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം പലപ്പോഴും ആലയത്തിന് പുറത്തു നിന്ന്, പ്രാകാരങ്ങളിൽ നിന്ന് അകത്ത് നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ സ്വത്രം ഹല്ലേലൂയ മേഘമിറങ്ങുന്നത്
നടക്കുന്നത് കണ്ടു. സ്വത്രം ഹല്ലേലൂയ. അതിന്റെ അനുഭവങ്ങൾ പുറത്തു വന്ന് പുരോഹിതന്മാർ പറയുന്നതും കേട്ട് സ്വത്രം അനുഭവിച്ച് മടങ്ങിപ്പോയ ഒരു കൂട്ടം ജനം പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നോക്കിയ പുതിയ നിയമസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ സ്വത്രം ആലയത്തിന് പുറത്തിരുന്നവരെ പിടിച്ച് കരം പിടിച്ച് ആലയത്തിനകത്തേക്ക് കയറ്റുന്ന ഒരു പുതിയ നിയമത്തിന്റെ സ്വത്രം ആരംഭമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. വെങ്കലവും സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്ന സ്വത്രം മനോഹരമാവുന്ന സുന്ദരമെന്ന ദേവാലയത്തിന്റെ കവാടത്തിൽ ഒരു മനുഷ്യനെ സ്വത്രം ചിലർ ചുമന്നുകൊണ്ടുവന്ന് സ്വത്രം അവനെ ഇരുത്താറുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാചിക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടി? അവൻ സ്വത്രം മറ്റുള്ളവരോട് ഭിക്ഷ ചോദിച്ച് അവരിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് സ്വത്രം അവൻ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്നും അവനെ ആലയത്തിന്റെ പുറത്തുള്ള കവാടത്തിലാണ് കൊണ്ടുവന്നിരുത്തുന്നത്. ഒരിക്കൽ പോലും അവനും പറഞ്ഞിട്ടില്ല എന്നെ ഒന്ന് ആലയത്തിനകത്ത് ഇരുത്തണമെന്ന്. ഒരിക്കൽ പോലും കൊണ്ടുവന്നവർ പോലും അവനെ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയില്ല. ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ എന്നെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം 2 ചിന്തകൾ ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. സ്വത്രം ചിലർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുന്നത് സ്വത്രം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടിയാ. ചിലർ സ്വത്രം നിർബന്ധപ്രകാരം വരുന്നതുണ്ട്. ചിലരുടെ ഫോൺ കോളുകൾ ശല്യമായതുകൊണ്ട് മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കുന്നവരുണ്ട്. ഇതിനകത്ത് 2 പക്ഷക്കാരുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ സ്വത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിടുതൽ ആവശ്യമെന്ന് സ്വത്രം ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ദൈവജനമേ, സ്വത്രം നീ വിശ്വസിക്കാൻ തയ്യാറാകെ. സ്വത്രം നീ പുറത്തിരുന്ന് യാചിക്കേണ്ടവനല്ല, സ്വത്രം അകത്ത് കയറി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കേണ്ടവനാണെന്ന് സ്വത്രം തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക സൗന്ദര്യം ആഗ്രഹിക്കണം. സ്വത്രം ഹല്ലേലൂയ. ദൈവിക സൗന്ദര്യം, ദൈവത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്വത്രം ഹല്ലേലൂയ ഹല്ലേലൂയ പുറമേ കാണുന്നതല്ല. സ്വത്രം ആലയത്തിന്റെ സൗന്ദര്യം കണ്ട് ആലയത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശിഷ്യന്മാരും പറഞ്ഞത്, കണ്ടില്ലേ നമ്മുടെ ദേവാലയം എത്ര മനോഹരമാണ്. സ്വത്രം ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം വരും. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം പുറമേ നോക്കുന്ന സൗന്ദര്യമല്ല, അകത്ത് കയറി വരാൻ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ തയ്യാറാകണം. സ്വത്രം ഹല്ലേലൂയ. അകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ദൈവം സംസാരിക്കുന്നത്. സ്വത്രം ദൈവത്തിന്റെ ആലയത്തിന് നിലവിളക്കിനരികിൽ ഇരുന്ന ഉറങ്ങുന്ന ശമൂവേലിനെ സ്വത്രം ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ. സ്വത്രം ഹല്ലേലൂയ. നിലവിളക്കണയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്യം ശമൂവേലിനുണ്ടായിരുന്നു. ആ നിലവിളക്കിന്റെ മുമ്പിൽ കിടന്ന ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. ആലയത്തിനകത്ത് കൂടിവരവിനകത്ത് പ്രാർത്ഥനയുള്ള ഇടത്ത് സ്വത്രം സ്വത്രം ദാസന്മാർ സ്വത്രം വില കൊടുത്തു ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി സ്വത്രം ഒരുക്കുന്ന കൂട്ടായ്മകൾക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്വത്രം തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇതിനകത്ത് വന്നിരിക്കുന്നത് വെറുതെയല്ല. സ്വത്രം വെറുതെ വന്ന് സ്വത്രം സന്തോഷത്തിന്റെ വാർത്തകളും ദൈവവചനം ഒന്ന് കേൾക്കണം, സ്വത്രം എന്നിട്ട് പോകണം അല്ല. സ്വത്രം സാന്നിധ്യം അനുഭവിച്ചിട്ട് വേണം നീ ആലയം വിട്ട് പ്രാർത്ഥന വിട്ട് സ്വത്രം കൂടിവരവുകളെ വിട്ട് മടങ്ങാവൂ. സ്വത്രം ദൈവ സാന്നിധ്യത്തിന് നിന്റെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരായി നാം മാറണം. സ്വത്രം ഹല്ലേലൂയ. ചിലർ ചുമന്നു കൊണ്ടുവരുന്നവർ സ്വത്രം ചുമന്നു കൊണ്ടുവരും. സ്വത്രം ഹല്ലേലൂയ. ആ ചുമന്നു കൊണ്ടുവരുന്നവർ വന്നില്ലെങ്കിൽ അവരും വരത്തില്ല. ചിലരെ വിളിച്ചാലേ വരത്തുള്ളൂ പ്രാർത്ഥനകൾക്ക്, ചിലരെ നിർബന്ധിക്കണം. സ്വത്രം നിരന്തരം വിളിക്കണം. ഇന്നലെ എന്താ പാസ്റ്ററെ? അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം എന്താ? സ്വത്രം ഇന്നൊരു രീതിയുണ്ട്. ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോലും പാസ്റ്റർമാർ സ്വത്രം ഹല്ലേലൂയ ചോദിക്കേണ്ട ഗതിയാ, എന്താ കഴിഞ്ഞ ആഴ്ച വരാത്തത്? സ്വത്രം ഹല്ലേലൂയ. എന്താ മീറ്റിങ്ങിന് കയറാത്തത്? സ്വത്രം എന്ന് ചോദിക്കണം. സ്വത്രം ഹല്ലേലൂയ. അതൊരു അഭിമാനമായിരിക്കുന്ന ചില വിശ്വാസികളുണ്ട്. സ്വത്രം എന്നോട് പാസ്റ്റർ ചോദിക്കട്ടെ. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വത്രം ദൈവം നിന്നെ കണ്ടിട്ടില്ല. സ്വത്രം ഹല്ലേലൂയ. നീ പുറത്ത് കിടന്ന് കറങ്ങുകയുള്ളൂ, നീ യാചകനായി തീരുകയുള്ളൂ, നീ മുടന്തനായിരിക്കുകയുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് സാധ്യതയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ സ്വത്രം എൻ്റെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന സ്വത്രം ദൈവജനമേ, പുറത്ത് നിൽക്കാനല്ല അകത്തേക്ക് കയറി വരുവാനാണ് പുതിയ നിയമസഭ നിനക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. പുറത്ത് നിൽക്കുവാനല്ല, യാചിക്കുവാൻ വേണ്ടിയല്ല, ആവേശകളുമായി ദൈവദാസന്മാരുടെ പുറകെ നടക്കാനല്ല. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ലോണിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുതിയൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു
വിളിച്ചു കൊണ്ടിരിക്കുന്നു, പാസ്റ്റർ പ്രാർത്ഥിക്കണം. നീ യാചകനായിരിക്കുന്നത് കൊണ്ടാ, നീ യാചകനാ. സ്വത്രം, നീ ഇന്നും ആലയത്തിനകത്ത് കയറാത്തത് കൊണ്ടാ. ദൈവ സാന്നിധ്യത്തിനകത്ത് നീ കയറിയ നീ യാചകനല്ല, നീ അവകാശിയ, ചിലതിനെ കൈവശമാക്കുന്നവനാ. ഹല്ലേലൂയ, സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. വിളിക്കണം, വിളിച്ചാൽ സ്വത്രം, ഹല്ലേലൂയ. നൂറുകണക്കിന് കാര്യം. ഒരു ഗസ്റ്റ് വന്നു പാസ്റ്ററെ, ഹല്ലേലൂയ, അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നില്ല, സ്വത്രം, ഹല്ലേലൂയ. നൂറുകണക്കിന് അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സ്വത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്മാരോട്, നീ ദൈവദാസനോടല്ല പറയുന്നത്, ദൈവത്തോടാ പറയുന്നത്. സ്വത്രം, ദൈവത്തോടാണ് നാം പലപ്പോഴും പല എക്സ്ക്യൂസുകളും പറഞ്ഞൊഴിയുന്നത്. സ്വത്രം, ഓർത്തോണം. നീ കരുതുന്നത് പാസ്റ്ററോടെന്നാണ്. സ്വത്രം, പാസ്റ്റർ അമ്മയോടാ പറയുന്നതെന്ന്. സ്വത്രം, അല്ലവേ അല്ല. സ്വത്രം, നീ പറയുന്ന ദൈവത്തോടാ. ഹല്ലേലൂയ. നീ സ്വയം പറയാ, സ്വത്രം, ഞാൻ വന്നില്ല. സ്വത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചില്ല. ഞാൻ പലപ്പോഴും എൻ്റെ സഭയിൽ പറയുന്ന ഒരു കാര്യം, സ്വത്രം, ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് കിട്ടുമ്പോൾ അന്ന് മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം, സ്വത്രം, ഹല്ലേലൂയ, ദൈവം അന്ന് സഭയ്ക്ക് നൽകുന്ന സന്ദേശമാണ്. സ്വത്രം, ഒരുപക്ഷെ അതിനൊരു അടുത്ത ഒരാഴ്ചയിൽ ഒരുപക്ഷെ ആ സന്ദേശം വരണമെന്നില്ല. സ്വത്രം, ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതും നിന്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തേണ്ട ദൈവത്തിൻ്റെ ആലോചന മുഴങ്ങുന്ന ആലയത്തിനകത്ത് ഒരു ദിവസം നീ മിസ് ചെയ്താൽ നിനക്ക് സംഭവിക്കുന്നത് ക്ഷീണമാണ്. ഹല്ലേലൂയ, ക്ഷീണമാ. സ്വത്രം, ഓ എനിക്കൊരു ക്ഷീണമില്ല പാസ്റ്ററെ, ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാത്തിനും സാഹചര്യങ്ങളുണ്ട്. സ്വത്രം, അങ്ങനെ പട്ടിണി കിടക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. പക്ഷെ നിന്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിക്കും. സ്വത്രം, ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുവാൻ വേണ്ടിയാ, അകത്തെ മനുഷ്യൻ ബലമുള്ളവനായിരിക്കാൻ വേണ്ടിയാ. സ്വത്രം, ഇതിനകത്ത്, സ്വത്രം, ഹല്ലേലൂയ, ഓ സ്വത്രം, പ്രായമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്വത്രം, അവർക്കറിയാം, സ്വത്രം, എൻ്റെ ശരീരം ക്ഷീണമാണെങ്കിലും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് വീണേ മതിയാകുകയുള്ളൂ. ആ ഉറപ്പുള്ളത് കൊണ്ടാ സ്വത്രം, ശാരീരിക ക്ഷീണങ്ങളെ പോലും സ്വത്രം അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും ഇരിക്കുന്നതിന്റെ കാര്യം ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്വത്രം. ആരും നിർബന്ധിച്ചിട്ട് നീ ദൈവത്തെ ആരാധിക്കാൻ വരരുത്. സ്വത്രം, അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വത്രം, എന്തെങ്കിലും ലഭിച്ചാൽ അവർ ആ വഴിക്ക് പോകും. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. വീട് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ വീട് കിട്ടിയാൽ പോകും. സ്വത്രം, ഹല്ലേലൂയ. ലോൺ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ലോൺ കിട്ടിയാൽ പോകും. സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. മകളുടെ വിവാഹത്തിന് വേണ്ടി വന്നാൽ വിവാഹം കഴിഞ്ഞാൽ പോകും. സ്വത്രം, ഹല്ലേലൂയ. കിട്ടിയാൽ ഉടൻ തന്നെ പോകും. സ്വത്രം, ഹല്ലേലൂയ. നോക്കിയേ, സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അരികിൽ സ്വത്രം, മനോഹരമാകുന്ന ആ സ്വത്രം ഗോപുരത്തിന്റെ അരികിൽ വന്നിരുന്ന സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ഭിക്ഷയാചിക്കുവാൻ വന്ന സ്വത്രം ആ മനുഷ്യൻ, സ്വത്രം, ചിലർ ചുമന്നു കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്നിരുത്തി. ആ വഴിക്ക് വരുന്ന എല്ലാവരോടും അവൻ ഭിക്ഷയാചിക്കും. എനിക്ക് വല്ലതും തരണമേ, എനിക്ക് വല്ലതും തരണമേ എന്നവൻ സ്വത്രം കൈനീട്ടി ചോദിക്കും. സ്വത്രം, അവന്റെ സ്വത്രം അവനെ ആ കവാടത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ തന്നെ സ്വത്രം ബാറ്ററി ഇട്ട ഒരു പാവയെ പോലെ അവൻ കരമടിച്ച് എല്ലാവരെയും വിളിക്കും. സ്വത്രം, എനിക്ക് വല്ലതും തരണമേ. സ്വത്രം, ഹല്ലേലൂയ. ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട് ആലയത്തിനകത്ത്, നിർബന്ധിച്ചു വരുന്നവർ, ചുമന്നുകൊണ്ടുവരുന്നവർ. എന്നാൽ സ്വത്രം, ദൈവത്തിന്റെ ആരാധനകളെ കൃത്യമായി അറിഞ്ഞ് അതിന് ആരും പ്രേരിപ്പിക്കേണ്ട, അതിന്റെ സമയമാകുമ്പോൾ ഓടിക്കോടുന്ന ചില ദൈവജനമുണ്ട്. ആ സ്വത്രം, അതിനകത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും അത് അനുഭവിച്ചവരും ഇതിനകത്തിരിപ്പുണ്ട്. സ്വത്രം, ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. നീ ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരം ആലയത്തിലേക്ക് വരരുത്. ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കേണ്ട സമയങ്ങളെ ഓ സ്വത്രം കൃത്യമായി അറിഞ്ഞ് ആലയത്തിലേക്ക് കയറി വരുവാൻ ഈ ദിവസങ്ങൾ നീ നിന്റെ സമയങ്ങളെ ക്രമീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അത്ഭുതം, അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യത്തെ അത്ഭുതം. സ്വത്രം, ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്വർഗാരോഹണ സമയത്ത് യേശു കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ വാക്കിന്റെ നിവർത്തീകരണം എന്ന പോലെ സ്വത്രം ആ വാക്ക് കർത്താവ് പാലിക്കുന്നത് പോലെ സ്വത്രം അപ്പോസ്തലനായ പത്രോസും സ്വത്രം അപ്പോസ്തലനായ യോഹന്നാനും സ്വത്രം ഹല്ലേലൂയ ആലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് കയറി ചെല്ലുമ്പോൾ സ്വത്രം അവിടെ നിന്ന് യാചിക്കുന്ന ഈ മനുഷ്യൻ സ്വത്രം പത്രോസിനെയും യോഹന്നാനെയും നോക്കിയിട്ട് പറഞ്ഞു, സ്വത്രം എനിക്ക് വല്ലതും തരയണം എന്ന് സ്വത്രം അവരോട് യാചിച്ചു. സ്വത്രം അവർ അവനെ നോക്കി. സ്വത്രം, ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും ലഭിക്കുമെന്ന മനോഭാവത്തോടുകൂടി സ്വത്രം ആ മനുഷ്യരെ നോക്കി.
നോക്കി. സ്വത്രം ആ രണ്ടു വ്യക്തികളെ നോക്കി. സ്വത്രം ഹല്ലേലൂയ. അപ്പോൾ സ്വത്രം പത്രോസും യോഹന്നാനും സ്വത്രം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് വെള്ളിയും പൊന്നുമാ, നീ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നേട്ടമാ. സ്വത്രം അതൊന്നും എന്റെ കൈവശം, ഞങ്ങളുടെ കൈവശമില്ല. ഞങ്ങളുടെ കൈവശം ഒന്നുണ്ട്. സ്വത്രം ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, സ്വത്രം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി വന്നിരിക്കുന്നവരെ, ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നവരെ, സ്വത്രം തിരിച്ചറിയുക. ആവശ്യങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടി നീ ദൈവത്തെ ആശ്രയിക്കാതെ, ദൈവമേ നീ എന്റെ ജീവിതത്തിനകത്ത് സ്വത്രം ഒരു രാജാവിനെ പോലെ വാഴണമേ എന്ന തീരുമാനത്തോടുകൂടി ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിന്റെ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗം ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയങ്ങളിൽ ഇടപെടുകയും ദൈവത്തിന്റെ കരം അത്ഭുതമായി വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് കൈമാറിയ അധികാരം, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പ് ഉണ്ടായ ഒരിടവും കൂടെയാ. സ്വത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും മറ്റത്ഭുതങ്ങളൊന്നും അപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. സ്വത്രം നോക്കിയേ, അവരുടെയും ആദ്യത്തെ അത്ഭുതമാ. സ്വത്രം അവരുടെ കയ്യിലൂടെ ഒരു ഉയർപ്പ്, സ്വത്രം ഒരു പ്രവൃത്തി, ഒരു അത്ഭുതം നടക്കുന്നത് ആരംഭമാ. സ്വത്രം ഹല്ലേലൂയ. അവർ ഉറപ്പിച്ചു, കർത്താവ് ഞങ്ങളോട് പറഞ്ഞതുപോലെ അവൻ ഉണ്ട്. സ്വത്രം ഹല്ലേലൂയ. അവന്റെ അധികാരം ഞങ്ങളുടെ മേൽ അവൻ നൽകിയിട്ടുണ്ട്. സ്വത്രം അത് ഉറപ്പാണെന്ന് അവരുടെ ഉള്ളിനകത്തും ഉണ്ടായി. സ്വത്രം നോക്കിയേ, സ്വത്രം ഒരു പുതിയ ആരംഭം, സ്വത്രം പുതിയ തുടക്കം, സ്വത്രം പുതിയ നിയമസഭയുടെ സ്വത്രം നിലവാരത്തെ ദൈവം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഇടമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ, സ്വത്രം. ആ പ്രവൃത്തി ഇന്നും തീർന്നിട്ടില്ല. സ്വത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവജനമേ, നീ വിശ്വാസത്തോടു കൂടി നിന്റെ നാവ് തുറന്നെന്ന് പറ. സ്വത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചതുപോലെ എന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം വിവിധ ടൈമുകളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവമേ നിന്റെ കരം വെളിപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, സ്വത്രം ദേവാലയത്തിന് മുമ്പിലെ ഭിക്ഷാടനം അത് പഴയ നിയമത്തിന്റെ രീതിയാ. സ്വത്രം ഹല്ലേലൂയ. ആലയത്തിന്റെ മുമ്പിലുള്ള ഭിക്ഷാടനം, ഹല്ലേലൂയ, പഴയ നിയമത്തിൻ്റെതാ. പുതിയ നിയമത്തിന്റെ മുമ്പിൽ സ്വത്രം ഭിക്ഷാടകന്മാരില്ല. സ്വത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്രയിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ സൗഖ്യത്തിലേക്ക് കടക്കും. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ തയ്യാറാക്. നീ വിശ്വസിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് അത്ഭുതം സംഭവിക്കും. നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ മാറിപ്പോകും. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളിലേക്ക് എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ സ്വത്രം ഹല്ലേലൂയ വാതിൽക്കൽ ഇരുന്ന് യാചിക്കുന്നവരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിനകത്ത്, സ്വത്രം പഴയ നിയമത്തിനകത്ത് വാതിൽക്കൽ ഇരുന്ന് യാചിക്കുന്നവർ പുതിയ നിയമത്തിന് ആലയത്തിനകത്തിരുന്ന് ചിലതിനെ അവകാശമാക്കുന്നവരായി ഇന്ന് രാത്രിയിൽ നീ മാറണം. അവകാശമാക്കുന്നവനായി മാറണം, അവകാശമാക്കുന്നവനായി മാറണം. അധികാരത്തോടുകൂടി ചിലതിനെ പ്രാപിച്ചെടുക്കുന്നവനായി നീ മാറണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം. സ്വത്രം. പുതിയ നിയമത്തിന്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. സ്വത്രം അവകാശമാക്കണം. കർത്താവിൻ്റെ ദാസരെ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. നീ ക്ലിയർ ആകേണ്ട മേഖലകളുണ്ട്. സ്വത്രം ഹല്ലേലൂയ. നീ വ്യവസ്ഥയിലേക്ക് വരേണ്ട മേഖലകളുണ്ട്. സ്വത്രം ദൈവത്തിൻ്റെ സ്വത്രം ഹല്ലേലൂയ സന്നിധിയിൽ നാം ക്രമീകരിക്കേണ്ട ചിലതുണ്ട്. അത് ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുകയുള്ളൂ. സ്വത്രം ഹല്ലേലൂയ. ഇന്നും ചോദിക്കുന്ന ചോദ്യമാ, ഞാൻ എന്നാ ക്രമീകരിക്കേണ്ടത്? സ്വത്രം. ഇനി എന്താണ് ഞാൻ ക്രമീകരിക്കേണ്ടത്? സ്വത്രം ഹല്ലേലൂയ, സ്വത്രം ഹല്ലേലൂയ. അറിയാം എന്ന് ഇരിക്കെ തന്നെ പലപ്പോഴും അഭിനയിക്കുന്നവരുണ്ട്. സ്വത്രം ഹല്ലേലൂയ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സ്വത്രം ഹല്ലേലൂയ, സ്വത്രം ഹല്ലേലൂയ, സ്വത്രം ഹല്ലേലൂയ. ചിലതിനെ അറിയാം, ചിലതിനെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ചിലത് സ്വത്രം അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞത് ചെയ്യാൻ നീ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്റെ വീടിനകത്ത് സംഭവിക്കും. നോക്കിയേ, പ്രാകാരങ്ങളിലിരുന്ന് സ്വത്രം ദൈവത്തെ സേവിച്ചു കൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം സ്വത്രം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ മോവാബ്യരും അമ്മോന്യരും സ്വത്രം
സ്വത്രം മെയ്യൂര്യരുമായ ചിലർ കൂടി വന്ന് സ്വത്രം യഹോശാഫാത്തിനോട് യുദ്ധത്തിന് വന്നു. സ്വത്രം അവർ യുദ്ധത്തിന് വന്നപ്പോൾ സ്വത്രം അവർ വലിയ കൂട്ടമായിട്ടാണ് സ്വത്രം യഹൂദ എന്ന ദേശത്തിലേക്ക് യുദ്ധത്തിന് വന്ന ഉടൻ തന്നെ സ്വത്രം ഹല്ലേലൂയ ഈ വർത്തമാനം യഹോശാഫാത്തിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ സ്വത്രം വേദപുസ്തകം ഇങ്ങനെയാ വായിക്കുന്നത്, ഈ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു. ഹല്ലേലൂയ. അവന് യഹോവയെ അന്വേഷിപ്പാൻ പുറപ്പെട്ടു. സ്വത്രം ഭയം വന്നപ്പോൾ പുറപ്പെടാൻ തയ്യാറായി. സ്വത്രം തീർന്നില്ല, യഹൂദയിലുള്ള ഒക്കെയും ജനത്തെയും വിളിച്ചു പറഞ്ഞൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. സ്വത്രം പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും തയ്യാറാകുവിൻ, ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ചുറ്റിവളഞ്ഞുകൊണ്ട് അമോനിയരും മോബാവിയരും സ്വത്രം യമൂര്യരുമായ ചില കൂട്ടർ സ്വത്രം നമ്മുടെ പട്ടണങ്ങളിലേക്ക് സ്വത്രം ഇരച്ചു കയറുവാൻ പോകുക. സ്വത്രം യഹോശാഫാത്ത് ഭയത്തോടുകൂടി ആലയത്തിലേക്ക് ഓടി. സ്വത്രം ഹല്ലേലൂയ. യഹോവയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി സ്വത്രം യഹോശാഫാത്ത് സ്വത്രം ആലയത്തിന്റെ പ്രാകാരത്തിൽ ചെന്ന് നിന്നു. സ്വത്രം ഹല്ലേലൂയ. ആലയത്തിന്റെ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു നീണ്ട പ്രാർത്ഥന യഹോശാഫാത്ത് സ്വത്രം നടത്തുന്നതായിട്ട് നമുക്ക് സ്വത്രം ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകത്തിൽ സ്വത്രം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ ജാതികളിൽ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ നീണ്ട പ്രാർത്ഥന തന്നെ സ്വത്രം പ്രാകാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വത്രം യഹോശാഫാത്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സ്വത്രം ഹല്ലേലൂയ യഹൂദന്മാരുടെ ആ സ്വത്രം അരികിൽ നിന്നും സ്വത്രം അവരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേറ്റ് വന്ന് സ്വത്രം ഹല്ലേലൂയ യഹോശാഫാത്തിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയുമരുത്, യുദ്ധം നിങ്ങളുടേതല്ല, സ്വത്രം അത് ദൈവത്തിൻ്റെത് അത്രേ. ഹല്ലേലൂയ. യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ യുദ്ധം കണ്ടാ ഭയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഓടി ഈ പ്രാകാരത്തിന്റെ മുമ്പിൽ നീ വന്ന നിലവിളിയോടെ നിൽക്കുന്ന നീയും നിന്റെ ജനവും. സ്വത്രം ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വത്രം ഒരുമിച്ച് നീ കൂടാൻ തയ്യാറായാൽ, ഒരുമിച്ച് നീ ആ പ്രാകാരത്തിന്റെ മുമ്പിലേക്ക് വരാൻ തയ്യാറായാൽ, ഈ പ്രാർത്ഥന കൂടാരത്തിനകത്ത് ഇതിനകത്തിരിക്കുന്ന കുറച്ച് ജനമാണുള്ളത്. സ്വത്രം ഹല്ലേലൂയ. ഏകദേശം 14 പേരെ ഞാൻ ഇതിനകത്ത് സ്വത്രം കാണുന്നുണ്ട് ഡിവേഴ്സുകളിൽ. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഒരുമിച്ച് കൈകോർക്കുവാൻ, ഒരുമിച്ച് പ്രാകാരത്തിന്റെ മുമ്പിൽ ഒരു വിഷയത്തിന് വേണ്ടി തമ്പടിക്കുവാൻ നീ തയ്യാറായാൽ, എൻ്റെ ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെടും. അവൻ വഴി തുറക്കുന്ന ദൈവമാണ്, നിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. യഹോശാഫാത്ത് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് അവൻ നീട്ടിയ ഒരു പ്രാർത്ഥന നടത്തി, എൻ്റെ ദൈവമേ, നീയാണ് രാജാക്കന്മാരെ വാഴിക്കുന്നതും, നീയാണ് രാജാക്കന്മാരെ സ്ഥാനങ്ങളിൽ നിന്നും ഇറക്കി വിടുന്നതും. സ്വത്രം ഞങ്ങളെ സ്വത്രം മിസ്രൈമിന്റെ പാളയത്തിൽ നിന്നും വിളിച്ചിറക്കി സ്വത്രം വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നവനും നീയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറ, സ്വത്രം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന്, സ്വത്രം വിശ്വാസം എന്തെന്ന് പോലും അറിയാത്ത കുടുംബങ്ങളിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ച് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന ദൈവം പ്രതിസന്ധിയിൽ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്തിനോട് പറഞ്ഞു, യുദ്ധത്തിന് നീ പുറപ്പെടണം. ഹല്ലേലൂയ. എന്നാൽ തൊട്ടു മുമ്പേ ദൈവം പറഞ്ഞത് ഇങ്ങനെയാ, യുദ്ധം എന്റേതാ. സ്വത്രം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പല യുദ്ധങ്ങളും നിങ്ങൾ ചെയ്തത് കൊണ്ടാ പരാജയപ്പെട്ടത്. സ്വത്രം ഹല്ലേലൂയ. ദൈവം ചെയ്യേണ്ട യുദ്ധങ്ങൾ നീ ചെയ്തത് കൊണ്ടാ. സ്വത്രം ഹല്ലേലൂയ. അല്ലേ? സ്വത്രം. ദൈവം പറഞ്ഞു നിശബ്ദമായിരിക്കാൻ. അപ്പോഴും നിന്റെ നാവ് ചലിച്ചുകൊണ്ടേയിരുന്നു, നീ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു, മറുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം. പോകരെന്ന് പറഞ്ഞു, അപ്പോഴും പോയി. സ്വത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ പലപ്പോഴും പല യുദ്ധങ്ങളും സ്വയമേ ചെയ്തതല്ലേ നിന്റെ ജീവിതത്തിനകത്ത് പരാജയം. ഹല്ലേലൂയ. പലതും കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തോളാം, ഞാൻ പ്രവർത്തിച്ചോളാം, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം. എന്നിട്ടും നീ കച്ചയും കെട്ടി ഇറങ്ങി പല യുദ്ധങ്ങളും സ്വയം ചെയ്തു. വീടിനകത്ത് ഉയർന്നു വന്ന പല പ്രതികൂലങ്ങളുടെ മുമ്പിലും നിശബ്ദത പാലിക്കുവാൻ ദൈവാത്മാവ് ദൂതായി വെളിപ്പെടുത്തിയിട്ടും നിന്റെ നാവ് തുറന്നതല്ലേ ഇന്നും പ്രശ്നങ്ങൾ തീരാതെ നിന്റെ ഭവനത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നിന്ന് പ്രാപിച്ചു കൊണ്ടുപോകുന്നത് വീട്ടിൽ പോയി സംസാരിച്ച് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കിട്ടുന്നില്ലേ ആത്മീയ അന്തരീക്ഷം?
ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ദൂതുകൾ കേൾക്കുമല്ലോ. കേട്ട് കഴിഞ്ഞിട്ട് വീടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ, ചില വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ, ചില സംസാരങ്ങൾ എതിരായി ഉയരുമ്പോൾ, അവിടെ സ്വത്രം മോശമായ രീതിയിലും സ്വത്രം എതിർപ്പോടും ദേഷ്യത്തോടും നീ പ്രതികരിക്കാൻ പോയി നിന്റെ ആത്മീയ നിലവാരം തകർക്കരുതെന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പല വീടിനകത്തും പ്രശ്നമുണ്ടാകുന്ന കാര്യമെന്നറിയാമോ? നിശബ്ദത പാലിക്കണമെന്ന് ദൈവാത്മാവ് ഉള്ളിൽ പ്രേരണ തന്നാലും സ്വത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പ്രതികരിക്കും. സ്വത്രം. ഹല്ലേലൂയ. പ്രതികരിച്ച് അതിനെ ചളമാക്കും, അതിനെ വളർച്ചലാക്കും. സ്വത്രം. അതിനെ എത്രമാത്രം അതിന്റെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുമോ അത്രമാത്രം ഉയരങ്ങളിൽ എത്തിക്കും. ഒടുവിൽ പറയും, മതിയാക്കാം ഈ കുടുംബജീവിതം. ഹല്ലേലൂയ. ഇവിടെ അവസാനിപ്പിക്കാം. സ്വത്രം. കാര്യമൊന്ന് തിരക്കുമ്പോൾ നിസാര കാര്യമായിരിക്കും, പക്ഷെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ എവിടെ എത്തിക്കും? അവസാനം പിരിയുന്നതിന്റെ വക്കിൽ വരെ എത്തിക്കും. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വാക്ക് നീ അനുസരിക്കാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിന്നെ ഉണർത്തിയിട്ടും പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചിട്ടും നീ ചിലയിടങ്ങളിൽ സംസാരിച്ചത് കൊണ്ട് യഹോശാഫാത്തിനോട് പറഞ്ഞത്, യുദ്ധമുണ്ട്, യുദ്ധമുണ്ട്, പക്ഷെ നീ യുദ്ധം ചെയ്യണ്ട, നിന്റെ യുദ്ധങ്ങൾ ചെയ്യുവാൻ ഞാൻ മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം യുദ്ധങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വാക്കുകളെ നിശബ്ദമാക്കിയും നിന്റെ അഭിപ്രായങ്ങളെ വീടിന് പുറത്തും, സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. വീടിനകത്ത് ഒരു വിലയും നിനക്ക് കൽപ്പിക്കുന്നില്ലെങ്കിലും ഭാരപ്പെടരുത്. നീ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാക്. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ, സ്വത്രം, നിനക്ക് എതിര് വർത്തമാനം പറഞ്ഞവന്റെ നാവിലൂടെ തന്നെ അവൻ നിനക്ക് അനുകൂലമായി പറയുന്ന നിലവാരത്തിലേക്ക് എന്റെ ദൈവം മാറ്റും. ഹല്ലേലൂയ. സ്വത്രം. അത് മാത്രം കഴിയുന്നില്ല പാസ്റ്റർ. സ്വത്രം. ഹല്ലേലൂയ. പലരുടെയും പ്രശ്നമാണ്. സ്വത്രം. ചില വിഷയങ്ങൾ വരുമ്പോൾ ഒന്ന് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സ്വത്രം. സ്വത്രം. അമ്മായി അങ്ങനെ പറയുമ്പോൾ സ്വത്രം എങ്ങനെയാ ഒന്ന് മിണ്ടാതിരിക്കുന്നത്? രണ്ടെണ്ണം പറയാതെ എങ്ങനെയാ? സ്വത്രം. ഹല്ലേലൂയ. നീ രണ്ടെണ്ണം പറഞ്ഞത് കൊണ്ടാ നീ ഇന്നും സ്വത്രം ക്ലച്ച് പിടിക്കാതിരിക്കുന്നത്, എങ്ങും രക്ഷപ്പെടാതിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മൗനമായിരിക്കുവാൻ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂതായി കൈമാറുകയാ. ചില ശുശ്രൂഷകന്മാരോട് നിന്റെ ശുശ്രൂഷകൾക്ക് നേരെ, നിന്റെ ആത്മീയ കൃപാവരങ്ങൾക്ക് നേരെ ഉയരുന്ന ചില വാക്കുകളുടെ മുമ്പിൽ നീ നിശബ്ദത പാലിക്കെ. നിന്റെ ശുശ്രൂഷകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികളുടെ മുമ്പിൽ നിന്റെ ജീവനം കൊണ്ടെന്ന് പണയം വെക്കാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ നീണ്ട ഒരു പ്രാർത്ഥന നടത്തി. യഹോശാഫാത്ത്. ദൈവം പറഞ്ഞു, മോനെ ഈ യുദ്ധത്തിനൊന്നും പോകണ്ട, പക്ഷെ നീ യുദ്ധത്തിന് പുറപ്പെടണം. നീ സൈന്യമായി അവിടെ പോകണം, അവിടെ യുദ്ധം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ യുദ്ധത്തിന് പുറപ്പെടണം. എങ്ങനെ? ഒരു ആത്മീയ യുദ്ധത്തിന് നീ നിന്റെ വീട് കളമൊരുക്കണം. സ്വത്രം. ഹല്ലേലൂയ. യഹോശാഫാത്ത് സ്വത്രം ആ യുദ്ധത്തിന് വിജയിച്ചു. സ്വത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, പ്രാകാരത്തിൽ നിന്നവനോട് ദൈവം അങ്ങനെ ഇടപെട്ടുവെങ്കിൽ ആ പ്രാകാരത്തിന്റെ വാതിൽ തുറന്ന് ദൈവാലയത്തിലേക്ക് പ്രവേശനം നൽകിയിരിക്കുന്ന പുതിയ നിയമസഭയെ നിന്നോട് എത്രയധികം ദൈവം ഇടപെടും, എത്രയധികം ഇടപെടും. ഈ ദൂത് മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാകാരത്തിൽ നിന്ന് നിലവിളിച്ചവന്റെ ശബ്ദം എന്റെ ദൈവം ഏറ്റെടുത്ത് ശത്രുവിനെ പരാജയപ്പെടുത്തിയെങ്കിൽ സ്വത്രം പുതിയ നിയമസഭയ്ക്ക് ദൈവം തുറന്നു തന്നിരിക്കുന്നത് ആ പ്രാകാരത്തിൽ നിൽക്കാനല്ല, പ്രാകാരം തുറന്ന് സ്വത്രം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിന്റെ ആലയത്തിൽ കേറുവാൻ അവസരം നൽകിയ നീ ഇപ്പോഴും സുന്ദരം എന്ന ദേവാലയത്തിന്റെ കവാടത്തിൽ യാചിക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്ന സാഹചര്യം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് കയറി വരുവാൻ ഈ രാത്രിയിൽ നീ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിന്റെ വിഷയങ്ങളിൽ എന്റെ ദൈവം ഇടപെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇടപെടും. ഹല്ലേലൂയ. യാചകർ കൂടിക്കൂടി വരികയാ. സ്വത്രം. ആരാധന സമയം ആരാധിക്കാൻ വരുന്നവർ സ്വത്രം. ചിലർ സ്വത്രം എന്ത് ചെയ്യുക? ഇപ്പോഴും ചുമന്നുകൊണ്ട് വരുന്നവർ അവരുടെ യാചനയുടെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുക. ഒരു മീറ്റിങ്ങിൽ പോകും, അടുത്ത ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കും. സ്വത്രം. ഓടി നടന്ന് ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുന്നവരുണ്ട്. സ്വത്രം. ഓടി നടന്ന് ആരാധന കൂട്ടുന്നവരുണ്ട്. ഓടി നടന്ന് പാസ്റ്ററോടും പ്രവാചകന്മാരോടും പ്രവാചികമാരോടും വിഷയങ്ങൾ കൈമാറുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ വിഷയം സമർപ്പിക്കേണ്ടത് സ്വർഗത്തിന്റെ മുമ്പിലാ. നീ പ്രവാചകൻ
പ്രവാചകനും പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയി നിന്റെ വിഷയങ്ങളെ വഷളാക്കാതെ സ്വത്രം പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്ക്. നീ അവകാശത്തിന്റെ സന്തതിയാ, സ്വത്രം ദൈവത്തിന്റെ പുത്രനാ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. അവന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും ഉണ്ട്. സ്വത്രം ദൈവാത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ സ്വത്രം നീ അതിനു വേണ്ടി നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് പിളർന്നിരിക്കുന്ന നാവുകൾക്ക് അവർക്ക് പ്രത്യക്ഷമായി. സ്വത്രം എല്ലാവരുടെ മേലും സ്വത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പതിഞ്ഞു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആത്മാവ് അവരുടെ മേൽ പതിഞ്ഞു. സ്വത്രം ഹല്ലേലൂയ. നോക്കിയേ, പതിയുക എന്ന് പറയുന്ന വാക്കിനെ സ്വത്രം കൊടുത്തിരിക്കുന്ന ഒരു സ്വത്രം ഹല്ലേലൂയ സ്വത്രം വ്യാഖ്യാനം ഇങ്ങനെയാ. സ്വത്രം അവരിൽ വസിച്ചു എന്നാണ്. വസിച്ചു, പതിഞ്ഞു എന്ന് പറയുന്നിടത്ത് സ്വത്രം അവരുടെ മേൽ സ്വത്രം ആത്മാവ് ഇറങ്ങി വന്നു. അവരെ തൊട്ടുണർത്തി പോകുകയല്ല പരിശുദ്ധാത്മാവ് ചെയ്തത്. സ്വത്രം അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അന്ന് കൂടി വന്ന ജനത്തിന്മേൽ ഓരോരുത്തരുടെ മേലും സ്വത്രം ഇൻഡിവിജ്വലായിട്ട് പരിശുദ്ധാത്മാവ് പതിഞ്ഞു. സ്വത്രം പുതിയ നിയമസഭയെ സ്വത്രം പരിശുദ്ധാത്മാവ് നിന്നെ മുദ്ര ചെയ്താൽ അത് നിന്നിൽ സ്ഥിരമായിരിക്കുവാൻ നീ എപ്പോഴും ഭയത്തോടുകൂടി നിന്റെ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇന്നും എപ്പോഴോ കിട്ടിയ അന്യഭാഷയുടെ മുറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? സ്തോത്രം ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞിട്ടും നിനക്കൊരു ചലനമില്ലെങ്കിൽ ഓർത്തോണം, അന്യഭാഷയും ആത്മാവിന്റെ അഭിഷേകവും നിന്നെ വിട്ടിട്ട് പോയിട്ട് കാലങ്ങളായി. ഹല്ലേലൂയ. ഇന്നും നീ സ്വത്രം കോപ്പി പ്രിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എന്നോ കിട്ടിയ ദൂതും ഇന്നോ കിട്ടിയ അഭിഷേകത്തിന്റെ ബലത്തിലും ചലിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം ഹല്ലേലൂയ. ആൾക്കാരെ കാണുമ്പോൾ അഭിഷേകവും വീടിനകത്ത് പോയ പ്രശ്നങ്ങളും. ഹല്ലേലൂയ. അത് ഏതാത്മാവാ? സ്വത്രം എന്നോട് ക്ഷമിക്കണം. സ്വത്രം ഹല്ലേലൂയ. ഞാൻ പറയും സ്വത്രം ഹല്ലേലൂയ. ക്രമീകരിച്ചാൽ മാത്രമേ ആ ബോർഡറെങ്കിലും കടക്കൂ. സ്തോത്രം ഹല്ലേലൂയ. സ്വർഗീയ സിയോന്റെ ബോർഡർ കടക്കണമെങ്കിൽ ക്രമീകരണങ്ങൾ വന്നേ മതിയാകുകയുള്ളൂ. അഭിഷേകമുണ്ട് എന്നാ പ്രാപിച്ച ഡേറ്റ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ചോദിക്കുക, ആ അഭിഷേകം നിന്റെ മേൽ ഉണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നിന്റെ സംസാരം, നിന്റെ പ്രവൃത്തി, നിന്റെ പോക്ക്, നിന്റെ നടപ്പ് സ്തോത്രം ആത്മാവിനെ അനുസരിച്ചിട്ടുള്ളതാണോ? സ്തോത്രം നീ വീടിനകത്ത് കാണിക്കുന്നത്, നീ വീടിനകത്ത് സംസാരിക്കുന്നത് ആത്മാവിന് യോജിച്ചതാണോ എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇത് രാത്രിയിൽ ദൂതായി കൈമാറുകയാ. നിന്റെ വീടിനകത്ത് നീ അഭിഷേകമുണ്ടെന്ന് അഭിനയിക്കുകയല്ലേ, നിന്റെ മേൽ വാസ്തവമായി അഭിഷേകത്തിന്റെ കണിക പോലും ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. സ്വത്രം ഹല്ലേലൂയ. ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വത്രം ആത്മാവ് വന്ന് സ്വത്രം വേർതിരിച്ച് തൊട്ടിട്ടല്ല പോയത്, അവിടെ കൂടി വന്നിരുന്ന സകലരെയും തൊട്ടു. സകലരെയും തൊട്ടു. ഇന്ന് രാത്രിയിൽ നീ പറ, കർത്താവേ, നിന്റെ ആത്മാവിന്റെ സ്പർശനം എന്റെ മേൽ വെളിപ്പെടണം. സ്വത്രം ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം എന്റെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. അതെങ്ങനെയാ? സ്വത്രം ഹല്ലേലൂയ. ആത്മീയ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും സ്വത്രം ആ പാരമ്പര്യത്തിന്റെ ക്ലച്ച് പിടിച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം ഹല്ലേലൂയ. പണ്ടൊക്കെ എപ്പോഴോ വിശ്വാസത്തിലേക്ക് വന്നു കുടുംബ പാരമ്പര്യമായിട്ട്. ആ വിശ്വാസത്തിൻ്റെ ചുവട് പിടിച്ച് ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. സ്വത്രം ഹല്ലേലൂയ. നിന്റെ ഓട്ടം കണ്ടാൽ അറിയാം, നിന്റെ നടപ്പ് കണ്ടാൽ അറിയാം, നിന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം നീ ആത്മാവിന് ഒത്തവണ്ണം ജീവിക്കുന്നവനാണോ എന്ന്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയമല്ല. സ്വത്രം എൻ്റെ വിഷയവും ഇതല്ല. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, വീടുകൾ ക്രമീകരിച്ചാൽ വീടുകൾക്കകത്തിറങ്ങുന്നൊരു സ്വർഗമുണ്ട്. നിന്റെ വിഷയങ്ങൾക്കകത്തിറങ്ങുന്നൊരു സ്വർഗമുണ്ട്. വീടുകൾ, നിന്റെ ഭവനങ്ങൾ ക്രമീകരണങ്ങളിലേക്ക് വന്നാൽ ഈ കാലഘട്ടത്തിൽ നിന്റെ വീടിനകത്ത് അപശബ്ദങ്ങൾ മുഴങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നോക്കിയേ. സ്വത്രം ഹല്ലേലൂയ. യാചകനായിരുന്ന മനുഷ്യനോട് പത്രോസും യോഹന്നാനും പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാമോനെ, നീ ഉദ്ദേശിക്കുന്ന പണമോ സമ്പത്തോ ഞങ്ങളുടെ കൈവശമില്ല, വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങളുടെ കൈവശമില്ല, ഞങ്ങളുടെ കരവശമുള്ളത് ഞാൻ കൈമാറുകയാ, ഞങ്ങൾ നിനക്ക് തരാം, എഴുന്നേറ്റ് നടക്ക. ആരുടെ നാമത്തിൽ? നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. സ്വത്രം എന്താണ് ഈ പത്രോസിനും യോഹന്നാനുമുള്ള സ്വത്രം എക്സ്പീരിയൻസ്? സ്വത്രം ഹല്ലേലൂയ. അവർ ഇത് പറയാനുള്ള കാര്യം എന്താണ്? സ്വത്രം ഹല്ലേലൂയ. ആരാണ് പത്രോസ്? അവന്റെ ആദ്യ പേര് ശീമോൻ എന്നാ.
സ്വത്രം ഹല്ലേലൂയ. യേശു അവന് നൽകിയ പേരാ പത്രോസ്. സ്വത്രം ഹല്ലേലൂയ. തൊഴിൽ മീൻപിടുത്തമായിരുന്നു. സ്വത്രം ഹല്ലേലൂയ. താമസം കബർനഹോമിലും സ്വത്രം ഹല്ലേലൂയ മറ്റിടങ്ങളിലുമായ അവന്റെ താമസം. സ്വത്രം യേശുവിനെ അവൻ കണ്ടത്, യേശു അവനെ കണ്ടത് ഒരു സ്വത്രം നിർണായകമായ ഒരു സ്ഥലത്താ. ഓ സ്വത്രം ഹല്ലേലൂയ. ഓ സ്വത്രം ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു സ്വത്രം ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുവിന് ജനത്തോട് സംസാരിക്കാൻ ഒരു ഇരിപ്പിടം ആവശ്യമായിരുന്നു. യേശു നോക്കിയപ്പോൾ ആ തടാകത്തിന്റെ കരയിൽ 2 പടകുകൾ നിൽക്കുന്നതായി യേശു കണ്ടു. അതിൽ ഒരു പടക് ശീമോന്റെ പടക് എന്ന് കണ്ടിട്ട് അതിൽ കയറി. നോക്കിയേ, കരയോട് ചേർത്ത് നിൽക്കുന്ന പടകുകൾക്ക് സ്വത്രം പ്രത്യേകതകളുണ്ട്. സ്വത്രം എന്താണെന്നറിയാമോ? ഒന്നുകിൽ ഈ പടക് സ്വത്രം അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുവാൻ നിൽക്കുന്ന പടകാണ്. ഹല്ലേലൂയ. മറ്റൊന്ന് സ്വത്രം യാത്ര കഴിഞ്ഞു മടങ്ങി വന്ന പടകായിരിക്കാം. സ്വത്രം എന്നാൽ യേശു തിരഞ്ഞെടുത്ത പടക് യാത്ര കഴിഞ്ഞു മടങ്ങി വന്ന ഒരു പടക. സ്വത്രം ഹല്ലേലൂയ. ആ പടകിലാ യേശു കയറാൻ പോകുന്ന കാര്യം. ആ പടകിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് സ്വത്രം പടകിലെ ജോലിക്കാർ സ്വത്രം വല നന്നാക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ രാത്രിയിലോ കഴിഞ്ഞ ദിവസങ്ങളിലോ അവർ അധ്വാനിച്ചിട്ട് മടങ്ങി വന്ന ഒരു പടക. ആ പടകിന്റെ സ്വത്രം ഹല്ലേലൂയ അതിനകത്ത് ജോലി ചെയ്യുന്നവർ ഇപ്പോൾ ആ വേഗത്തിലൊന്നും പുറപ്പെടാൻ സാധ്യതയില്ല എന്ന് യേശു കണ്ടിട്ട് ആ പടകിനകത്തൊന്ന് കയറി. സ്വത്രം എന്നിട്ട് ശീമോനെ നോക്കിയിട്ട് പറഞ്ഞു, സ്വത്രം ഹല്ലേലൂയ, ശീമോനെ, ഈ പടക് സ്വത്രം ഒന്ന് സ്വത്രം ഹല്ലേലൂയ ഈ കരയിൽ നിന്നും അല്പം ഒന്ന് നീക്കാമോ? ഹല്ലേലൂയ. നോക്കിയേ, യേശു ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഈ പടക് കരയോട് ചേർന്ന് നിൽക്കുന്നതാ. എന്നാൽ യേശു പടകിൽ കയറിയപ്പോൾ യേശു പറഞ്ഞത് കരയിൽ നിന്നൊന്ന് നീക്കാമോ? സ്വത്രം. അപ്പോ പടക് എവിടെയായിരുന്നത്? കരയിൽ. കരയിൽ. സ്വത്രം ഹല്ലേലൂയ. കരയിലേക്ക് ഒരു പടക് വരണമെങ്കിൽ ഒന്നുകിൽ ആ പടക് ചില ദിവസത്തേക്ക് യാത്രയില്ല എന്നതിൻ്റെ തെളിവാണ്. മറ്റൊന്ന്, കടൽക്ഷോഭങ്ങൾ വരുമ്പോൾ തുറമുഖത്തുള്ള സ്വത്രം മീൻപിടുത്തക്കാർ പടകിനെ കരയിൽ കയറ്റിയിടും. സ്വത്രം ഇനി താൽക്കാലികമായി സ്വത്രം യാത്രയില്ല. ഹല്ലേലൂയ. ഇങ്ങനെ വിവിധ കാരണങ്ങളുണ്ട് കരയിൽ കയറ്റിയിടാൻ. മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അവർ കരയിൽ കയറ്റിയിടും. സ്വത്രം ഹല്ലേലൂയ. അപ്പോ എന്തോ ഒന്ന് സംഭവിച്ചു. സ്വത്രം എന്താ സംഭവിച്ചത്? സ്വത്രം ഹല്ലേലൂയ. യേശു ആ കൂടി വന്ന ജനത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു പടകിലിരുന്ന്. സ്വത്രം യേശു പറഞ്ഞു, സ്വത്രം ആദ്യം പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, മോനെ, ഈ പടകിനെ ഒന്ന് കരയിൽ നിന്നൊന്ന് ഇറക്കാമോ? സ്വത്രം ഹല്ലേലൂയ. ആ മനസ്സില്ല മനസ്സോടുകൂടി പത്രോസ് ആ പടകിനെ ഒന്ന് കരയിൽ നിന്നും സ്വത്രം ആ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി നിർത്തി. സ്വത്രം ഹല്ലേലൂയ. എന്തെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ അവനൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അവനൊരു വലിയൊരു തീരുമാനമെടുത്തിരുന്നു, ഇനി ഞാൻ ഈ പടകിനെ ഇറക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും കഴിഞ്ഞ രാത്രി മുഴുവനും ഓടി നടന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അവന്റെ പടകിനകത്ത് ലഭിക്കാത്തത് കൊണ്ട് വലിയ നിരാശയോടുകൂടി ആ പടകിനരികിലിരുന്ന പത്രോസ്, വളരെ ഭാരത്തോടു കൂടിയിരിക്കുന്ന പത്രോസിനെ സ്വത്രം എന്റെ യേശു ആ കരയിൽ എത്തിയപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് സ്വത്രം അവന്റെ പടകിലൊന്ന് കയറിയത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ആര് ദൈവ ശബ്ദം കേട്ടില്ലെങ്കിലും ശൂന്യതയോടുകൂടി ഇരിക്കുന്ന, പരാജയത്തോടു കൂടി ഇരിക്കുന്ന നിന്റെ പടകിനെ എന്റെ ദൈവം കാണാതെ പോകുകയില്ല. നിന്റെ പടകിന്റെ ശൂന്യതകളെ എന്റെ ദൈവം പണിയാതെ പോകുകയില്ല. ഈ രാത്രിയിൽ നീ പറ, കർത്താവേ, കഴിഞ്ഞ രാത്രികളിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ശേഖരിച്ചു വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്ന് എന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചില്ല. ഇന്ന് രാത്രിയിൽ ശൂന്യതയോടുകൂടി ഇരിക്കുന്ന നിന്നോട് സംസാരിപ്പാൻ നസ്രയൻ സ്വത്രം ഹല്ലേലൂയ ഗന്നസരത്ത് തടാകത്തിനരികിൽ വന്നതുപോലെ ഈ പ്രാർത്ഥനയുടെ നടുവിൽ, ഈ കൂടി വരവിന്റെ നടുവിൽ അവൻ ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് അരമനസ്സോടുകൂടിയാ ആ വള്ളത്തെ കരയിൽ നിന്ന് നീക്കിയത്. കഴിഞ്ഞ രാത്രിയിൽ അവൻ തീരുമാനമെടുത്തതാ, ഞാൻ ഇനി കരയിൽ നിന്നും ഈ പടകിനെ നീക്കത്തില്ല. സ്വത്രം ഹല്ലേലൂയ. പല തീരുമാനങ്ങളെടുത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ ഇനി ദൈവത്തെ ആരാധിക്കത്തില്ല, ഞാൻ ആത്മീയ കൂട്ടായ്മയിൽ വരത്തില്ല. സ്തോത്രം. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുടുംബജീവിതം എനിക്ക് ലഭിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജോലി എനിക്ക് ലഭിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആത്മീയ ലെവലുകളും സ്വത്രം ഞാൻ കുറച്ചു. പ്രാർത്ഥനയ്ക്ക് വന്നാൽ വന്ന്, സ്വത്രം കൂടി വന്നാൽ എപ്പോഴെങ്കിലും വരും. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതായി കൈമാറുകയാ. സ്വത്രം. നിന്റെ ശൂന്യതകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ തീരുമാനങ്ങളെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധ
പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ വീടിനകത്ത് നീ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളില്ലേ, ഞാൻ ഇനി ബൈബിൾ വായിക്കുന്നില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ആരാധനയ്ക്ക് പോകത്തില്ല, സ്വത്രം എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, മറ്റെല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കുന്നു, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ കുടുംബക്കാർ പലരും സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ ഇന്നും ഞാൻ പ്രശ്നത്തിന്റെ കൂമ്പാരത്തിൽ കടന്നു പോകുക, ഞാൻ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്വത്രം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തിൽ വിശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ നടുവിൽ നീ തീരുമാനമെടുത്ത് ഉറപ്പിച്ച് ചില പടകിനെ കരയിൽ കയറ്റിയിട്ടിരിക്കുന്ന ദൈവജനമേ, ഞാൻ ആത്മാവിൽ നിന്നോട് പറയാം, യേശു നിന്നോട് പറയുക, നിന്റെ പടക് സ്വത്രം കരയിൽ നിന്ന് അല്പമൊന്ന് നീക്കാൻ തയ്യാറായാൽ നിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ, കഴിഞ്ഞ നാളുകളിലെ സ്വത്രം ശൂന്യതകളെ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ പണിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞ ഉടൻ തന്നെ പത്രോസ് സ്വത്രം അവന്റെ പടകിനെ നീക്കി. സ്വത്രം ദൈവത്തിന് എപ്പോഴും അനുസരിക്കുന്നവരെ ഇഷ്ടമാണ്. സ്വത്രം ഹല്ലേലൂയ, അനുസരിക്കുന്നവരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. സ്വത്രം അതുകൊണ്ടാണ് പത്രോസിനെ ദൈവം വീണ്ടും ക്ഷമിച്ച് തന്നോട് കൂടെ നിർത്തിയത്. സ്വത്രം ഹല്ലേലൂയ, അനുസരിക്കാനൊന്ന് തയ്യാറാകുക. സ്വത്രം ഹല്ലേലൂയ. പലപ്പോഴും സ്വത്രം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ചില അനുസരണക്കേടുകൾ കാണിക്കുന്നുവെങ്കിലും സ്വത്രം ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ അനുസരണയോട് വരുന്നവരും ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. സ്വത്രം ഹല്ലേലൂയ, അവരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, സ്വത്രം നീ അനുസരിക്കാൻ തയ്യാറായാൽ സ്വത്രം നിന്റെ ജീവിതത്തിൻ്റെ സ്വത്രം വഴികളെ എൻ്റെ ദൈവം നിയമിക്കും. സ്വത്രം ദൈവം തീരുമാനിക്കും, ദൈവം തീരുമാനിക്കും. നിന്റെ റൂട്ടുകളെ അവൻ നിയമിക്കും. സ്വത്രം ഹല്ലേലൂയ, നിന്റെ സഞ്ചാര പാതകളെ എൻ്റെ ദൈവം വരച്ചിടും, വരച്ചിടും. വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം ചേർന്നൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്റെ ജീവിത പാതയെ സ്വത്രം എൻ്റെ ദൈവം സ്വത്രം ഹല്ലേലൂയ പ്ലാൻ ചെയ്യുമെന്ന്, പ്ലാൻ ചെയ്യും. സ്വത്രം അനുസരിക്കാൻ തയ്യാറായപ്പോൾ യേശു അവനെ ശിഷ്യനാക്കാൻ തയ്യാറായി. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ അവൻ നിന്നെ ശിഷ്യനാക്കും, ശിഷ്യനാക്കും, നിന്നെ അത്ഭുതമാക്കും. നിന്റെ വീടിനകത്ത് നീ ഒരു അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം യേശു പടകിൽ കയറിയപ്പോൾ തീരുമാനത്തിലേക്ക് പത്രോസ് വന്നപ്പോൾ സ്വത്രം ഹല്ലേലൂയ, അവനോട് സ്വത്രം യേശു പറഞ്ഞു, മോനെ സ്വത്രം ആഴത്തിൽ വല വീശുക. സ്വത്രം അപ്പോഴാണ് സ്വത്രം ചങ്കുപൊട്ടിയ ശബ്ദത്തോടുകൂടി പത്രോസ് പറഞ്ഞു, കർത്താവേ നാഥാ, കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, സ്വത്രം ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സ്വത്രം വട്ടപൂജ്യമാ, സ്വത്രം പരാജിതനാ. കർത്താവ് പറയുന്നത്, എനിക്കറിയാം മോനെ, അതുകൊണ്ടാണ് നിന്റെ പടകിൽ ഞാൻ വന്നത്. സ്വത്രം ഇന്ന് രാത്രിയിൽ സ്വത്രം ശൂന്യമായിരിക്കുന്ന പടകുകളെ കണ്ടിട്ട് കാണാതെ പോകുന്ന ദൈവമല്ല എൻ്റെ ദൈവം. സ്വത്രം ഹല്ലേലൂയ, അവൻ പടകിനെ സന്ദർശിക്കും, പടകിനെ സന്ദർശിക്കും. ഇന്ന് രാത്രിയിൽ എന്നോട് പരിശുദ്ധാത്മാവ് ദൂതായി കൈമാറുകയാ. ചില പടകുകളെ കർത്താവ് സന്ദർശിക്കുകയാ. നീ വിശ്വാസത്തോടൊന്ന് പറ, തലയിൽ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്റെ സന്ദർശനം എൻ്റെ ഭവനത്തിൽ സംഭവിക്കണം. എൻ്റെ ശൂന്യതകളെ നീ കാണണം കർത്താവേ, എൻ്റെ പ്രശ്നങ്ങളെ ഇന്ന് രാത്രിയിൽ നീ പരിഹരിക്കണമേ. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ നടന്ന അത്ഭുതം കണ്ടു. സ്വത്രം ഒരു വലിയ പെരുത്ത മീൻകൂട്ടത്തെ കണ്ടവനായ പത്രോസ് സ്വത്രം സമൃദ്ധി എന്തെന്ന് തിരിച്ചറിഞ്ഞവൻ വിളിച്ചു പറയുക. സ്വത്രം മുടന്തനായ മനുഷ്യനോട് പറയുക, വെള്ളിയും പൊന്നൊന്നും എൻ്റെ കൈവശമില്ല, എൻ്റെ കൈവശം ഒന്നുണ്ട്, എൻ്റെ യേശു കർത്താവ് എനിക്ക് കൈമാറിയ സ്വത്രം അഭിഷേകത്തിന്റെ പവർ എൻ്റെ മേലുണ്ട്. സമൃദ്ധി കണ്ടവനാ. സ്വത്രം പടക് നിറച്ച് സ്വത്രം മീൻകൂട്ടത്തെ ലഭിച്ചിട്ട് കൂടെ നടന്ന സ്വത്രം അയൽവക്കക്കാരന്റെ പടക് കൂടെ എൻ്റെ യേശു നിറച്ചു. സ്വത്രം സമൃദ്ധി എന്താ വെളിപ്പെടുത്തിയിട്ട് യേശു പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ദിവസം ഈ നടക്കുമ്പോഴെല്ലാം സ്വത്രം ഹല്ലേലൂയ, സ്വത്രം എൻ്റെ സ്വത്രം പേഴ്സണൽ ടൈമുകളിൽ സ്വത്രം ചില വചന ചിന്തകളുമായി ഞാൻ സഞ്ചരിക്കും. സ്വത്രം ഞാനിങ്ങനെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ ഉള്ളിനകത്ത് തോന്നിയത്, മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സ്വത്രം മനുഷ്യനെ പിടിക്കാനാണ് ബുദ്ധിമുട്ട്. സ്വത്രം ഹല്ലേലൂയ. മൃഗത്തെ നമുക്ക് എങ്ങനെയും പിടിച്ചു വളർത്തി നമുക്ക് അനുകൂലമാക്കി കൊണ്ടുപോകാം. മനുഷ്യനെ പിടിക്കാൻ പറ്റുമോ? സ്വത്രം ഹല്ലേലൂയ. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം എത്ര വികൃതമാണ് മനുഷ്യൻ. സ്വത്രം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്, അല്ലേ? സ്വത്രം ഹല്ലേലൂയ. പറഞ്ഞാൽ അനുസരണയില്ല. സ്വത്രം പാസ്റ്റർ പറഞ്ഞാൽ കേൾക്കത്തില്ല. സ്വത്രം അപ്പൻ പറഞ്ഞാൽ മക്കൾ കേൾക്കത്തില്ല. സ്വത്രം ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നമാണെന്നറിയാമോ? സ്വത്രം ഹല്ലേലൂയ. എത്ര സ്വത്രം മൃഗം പോലും ചെയ്യാത്ത കുറ്റകൃത്യങ്ങളല്ലേ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഹല്ലേലൂയ. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കുറ്റങ്ങൾ. സ്വത്രം. ഹല്ലേലൂയ. എത്ര വികൃതമായ കുറ്റകൃത്യങ്ങളാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വത്രം. ഒരു വശം അവൻ പറയുന്നു, ഞാൻ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിച്ചു, ഞാൻ ചന്ദ്രനിൽ പോകാൻ പോകുന്നു, സ്വത്രം, ഞാൻ നക്ഷത്രങ്ങൾ കൂടുവയ്ക്കാൻ പോകുന്നു, കണ്ടുപിടുത്തങ്ങളുടെ ഒരു വലിയ സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. സ്വത്രം. കാഴ്ചകളും സ്വത്രം സംഭവങ്ങളും അവൻ ഉയർത്തി കാണിച്ച് പറയുന്നുണ്ടെങ്കിൽ സ്വത്രം, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ സ്വത്രം ഏറ്റവും വികൃതമായിരിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹജീവികളോട് പോലും കരുണയില്ലാത്ത ഒരു മനുഷ്യൻ. സ്വത്രം. ഹല്ലേലൂയ. മനുഷ്യനെ പോലൊരു ജീവി മറ്റൊന്നുമില്ലെന്ന്. സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വത്രം. ചില നായ്ക്കുട്ടികൾ വണ്ടി ഇടിച്ച് കിടന്നാൽ മറ്റ് നായ്ക്കുട്ടികൾ പോയി അതിൻ്റെ അരികിൽ പോയി നിൽക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ചില കാഴ്ചകൾ കാണുമ്പോൾ സ്വത്രം സങ്കടം തോന്നും. മനുഷ്യൻ പോലും പോയി നിൽക്കത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. ആ സമയം പറ്റുമെന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യും, ഞാനൊരു അപകടം കണ്ടു. സ്വത്രം. ഹല്ലേലൂയ. കണ്ടില്ലേ? സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. മനുഷ്യൻ്റെ മരണം ആസ്വദിക്കുന്നവൻ, ഒരുത്തൻ്റെ തകർച്ചയെ ആഘോഷിക്കുന്നവൻ. സ്വത്രം. ഹല്ലേലൂയ. വിശ്വാസ കൂട്ടത്തിൽ പോലും അതുണ്ടെന്നേ. സ്വത്രം. ഹല്ലേലൂയ. ഒരുത്തൻ നന്നാവുന്നത് കണ്ടാൽ പോലും സ്വത്രം ഹൃദയം കൊണ്ട് സ്വത്രം. ഹല്ലേലൂയ. കണ്ണുകടിക്കുന്നവൻ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിർത്തിക്കോണം. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ അവസാനിപ്പിച്ചു കൊള്ളണം. സ്വത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പുറം എന്തെല്ലാം സ്വത്രം അഭിനയങ്ങൾ നടത്തിയാൽ നിന്റെ അകം ശരിയല്ലെങ്കിൽ സ്വത്രം, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കത്തില്ല, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല. ഹല്ലേലൂയ. പുറത്തൊരു മുഖവും അകത്തൊരു മുഖമായി നീ ദൈവസന്നിധിയിൽ ഇരിക്കരുത്. തകർന്നവനെ കണ്ടാൽ ആശ്വസിപ്പിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുത്തനൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ അരികിൽ വന്ന് പറയും, കുഴപ്പമില്ല സഹോദര, സ്വത്രം, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇത് മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. മാറി അപ്പുറത്തടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പറയും, സ്വത്രം, കണ്ടില്ലേ, നീ കേട്ടില്ലേ? സ്വത്രം. ഹല്ലേലൂയ. ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്തു, നോക്കിയേ, വലിയ പാസ്റ്ററാ. സ്വത്രം. ഹല്ലേലൂയ. വലിയ വിശ്വാസിയാ. ഹല്ലേലൂയ. ആഘോഷിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അവസാനിപ്പിച്ചോണം. ദൈവം പിടിക്കും. സ്വത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്തൊന്നും പ്രകടിപ്പിക്കുന്നത് ഒരു ഭാവവുമായി സ്വത്രം മുഖത്ത് ചായം ചെയ്യിച്ച് സ്വത്രം ആത്മീയരുടെ ഇടയിൽ രണ്ടു മുഖങ്ങളുമായി നടക്കുന്ന അനുഭവത്തിൽ നിന്നും മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, മോനെ, സമർത്ഥി എന്തെന്ന് കണ്ടവനാ. ആ സമർത്ഥിയെ മുഴുവനും കടൽക്കരയിൽ നിർത്തിയിട്ട് ഞാൻ എൻ്റെ പ്രാണനാഥനോട് കൂടെ സഞ്ചരിച്ചവനാ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ വള്ളവും വലയും പിടിച്ച മീൻകൂട്ടത്തെ മുഴുവനും, അല്ല കർത്താവേ, ഞാനിതെല്ലാം വിറ്റിട്ട് എൻ്റെ കടബാധ്യതകളെല്ലാം തീർത്തിട്ട്, അങ്ങനെയാണല്ലോ പലരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുന്നത്, എല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് മക്കളെയെല്ലാം വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് ക്രമീകരിച്ചതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്നവരുണ്ട്. വയസ്സായി സ്വത്രം എഴുന്നേക്കാൻ വയ്യാതാകുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി വരും. നല്ല ആരോഗ്യം മുഴുവനും സ്വത്രം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടും. സ്വത്രം. ചിലർക്ക് ആത്മീയത വരുന്നത് എപ്പോഴെന്നറിയാമോ? എഴുന്നേറ്റ് നടക്കാൻ പറ്റാതാകുമ്പോൾ. ഹല്ലേലൂയ. സ്വത്രം. വിശ്വാസം വർദ്ധിക്കുന്നത് എപ്പോഴെന്നറിയാമോ? കിടക്കയിലാകുമ്പോ. സ്വത്രം. ആരോഗ്യമുള്ളപ്പോൾ പിടിച്ചാൽ കിട്ടത്തില്ല, ആലയത്തിൽ വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. സ്വത്രം. പാസ് തലങ്ങും വിലങ്ങും മറ്റുള്ളവരെ പറഞ്ഞു വിട്ടാൽ പോലും ആലയത്തിനകത്ത് കയറത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. അഭിനയം അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. സ്വത്രം. ഒന്ന് ചിരിച്ചോണ്ടിരുന്നേ. സ്വത്രം. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടൊന്ന് പറഞ്ഞാട്ടെ. സ്വത്രം. എവിടെയൊക്കെയോ പിഴവുകൾ ഉള്ളതുകൊണ്ടാ സ്വത്രം ഇന്നും ദൈവം നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കാത്തത്. സ്വത്രം. നീ പ്രതീക്ഷിച്ചതുപോലെ നിന്റെ തലമുറകൾ ദൈവഭാഗത്തില്ലാതിരിക്കുന്നതിന്റെ കാര്യമെന്നറിയാമോ? നീ വില കൊടുക്കാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്വത്രം, വള്ളവും വലയും കിട്ടിയ സമർത്ഥിയെയും കണ്ണടച്ചു വിട്ടു. സ്വത്രം. ഹല്ലേലൂയ. നമ്മൾ പോലും ചെയ്യാത്ത കാര്യമാ പ്രിയമുള്ളവരെ. സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് 50 രൂപ കിട്ടുന്നിടത്ത് നമ്മൾ ഓടും. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവം അനുഗ്രഹിക്കാൻ ഒരുവന് വേണ്ടി ഇറങ്ങിയാൽ അതൊരനുഗ്രഹമായിരിക്കും. പത്രോസ് അത് കണ്ടിട്ടാ പറഞ്ഞത്, മോനെ, വെള്ളിയും പൊന്നൊന്നും എൻ്റെ കൈവശമില്ല, എഴുന്നേറ്റ് നടക്കുക. സ്വത്രം. ആരാ? സ്വത്രം.
യോഹന്നാൻ. സ്വത്രം ഹല്ലേലൂയ. യോഹന്നാൻ ആരാണ്? സ്വത്രം ഹല്ലേലൂയ. യോഹന്നാൻ എന്ന മനുഷ്യനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ. സ്വത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വത്രം അടുത്ത ശിഷ്യൻ. സ്വത്രം യേശുവിൻ്റെ ക്രൂശീകരണം വരെ യേശുവിൻ്റെ അരികിൽ നിന്ന മനുഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. യോഹന്നാൻ. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. സ്വത്രം പ്രധാന ശിഷ്യന്മാരിൽ ഒരുവൻ. സ്വത്രം ഹല്ലേലൂയ. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ സ്വത്രം മുമ്പും പിൻപും നോക്കാതെ യേശുവിൻ്റെ പിന്നാലെ വന്ന സ്വത്രം ശിഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വത്രം ഹല്ലേലൂയ രൂപാന്തര ശരീരം കണ്ടവൻ. സ്വത്രം ഏലിയാവും മോശയും സ്വത്രം യേശുവിനോട് സംസാരിക്കുന്നത് സ്വത്രം ദൂരത്ത് നിന്ന് കണ്ട മനുഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. ക്രൂശിൻ്റെ അരികിൽ അവസാനം വരെ നിന്നവൻ. സ്വത്രം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ യേശു പറഞ്ഞു, സ്വത്രം നിന്റെ അമ്മയെപ്പോലെ എൻ്റെ മാതാവിനെ നീ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിർത്തിയ സ്വത്രം യോഹന്നാൻ. സ്വത്രം ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ യേശുവിൻ്റെ കല്ലറയിൽ പോൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് സ്വത്രം സ്വന്തം കണ്ണുകൊണ്ട് ഉറപ്പിച്ച മനുഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. തീർന്നില്ല. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പത്മോസ് എന്ന ദ്വീപിൽ പോയിരുന്ന് സ്വത്രം വെളിപ്പാടെന്ന പുസ്തകം എഴുതി നമുക്ക് കൈമാറിയ ദൈവ മനുഷ്യൻ. സ്വത്രം ഹല്ലേലൂയ. ഈ യോഹന്നാനാ വിളിച്ചു പറയുന്നത്. സ്വത്രം ഹല്ലേലൂയ. മുടന്തനായി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനോട് പറഞ്ഞത് എഴുന്നേറ്റ് നടക്ക. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം എന്താ കാര്യമെന്നറിയാമോ? സ്വത്രം ഹല്ലേലൂയ. സ്വത്രം ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ യേശു വീണ്ടും ഒരു വലിയ പുരുഷാരത്തിന്റെ മുമ്പിലേക്ക് വന്നു. സ്വത്രം ഒരു പള്ളിപ്രമാണിയായ മനുഷ്യൻ യേശുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, സ്വത്രം ഹല്ലേലൂയ, യേശുവേ സ്വത്രം ഹല്ലേലൂയ, നീ വന്ന് സ്വത്രം ഹല്ലേലൂയ എൻ്റെ മകളെ ഒന്ന് തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരും, അവൾ മരണശയ്യയിലാണ്. സ്വത്രം അവൾ മരണത്തിന്റെ വക്കിലാണ്. സ്വത്രം യേശുവിനോട് ഇത് പറഞ്ഞിട്ട് പള്ളിപ്രമാണിയായ മനുഷ്യൻ യേശുവിന്റെ പാദപീഠത്തിൽ വീണു സ്വത്രം അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. യേശുവിനോട് അപേക്ഷിച്ചുവെങ്കിലും അടുത്ത വാക്യങ്ങളൊന്നും കാണാൻ കഴിയാത്ത ഒരു പദം യേശു അവന് റിപ്ലൈ കൊടുത്തില്ല, മറുപടി കൊടുത്തില്ല. സ്വത്രം ഹല്ലേലൂയ. സ്വത്രം പള്ളിപ്രമാണിയായ മനുഷ്യൻ സ്വത്രം യേശുവിന്റെ മുമ്പിൽ സ്വത്രം വളരെ താല്പര്യത്തോടെ മനോവസനത്തോടുകൂടി ആഴമേറിയ ഒരു അപേക്ഷയാ ദൈവത്തിന്റെ മുമ്പിൽ കൈമാറിയത്. സ്വത്രം ഹല്ലേലൂയ. എന്നാൽ യേശു മറുപടി പറയാതിരുന്നു. സ്വത്രം യേശു അപ്പോഴും മറ്റുള്ളവരുടെ വിഷയങ്ങളിലേക്ക് നോക്കി. യേശു ആ പരിസരത്തിലൂടെ പുരുഷാരത്തിന്റെ നടുവിലൂടെ സഞ്ചരിച്ച് കടന്നു പോകുന്നുണ്ട്. ആ കൂട്ടത്തിന്റെ നടുവിൽ സ്വത്രം 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയും സ്വത്രം ഓടി വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. ഹല്ലേലൂയ. സ്വത്രം അവളുടെ ജീവിതത്തിനകത്തും സൗഖ്യം സംഭവിക്കുന്നത് ഈ പള്ളിപ്രമാണി കണ്ടുകൊണ്ടിരിക്കുക. യേശു പലരെയും സൗഖ്യമാക്കിക്കൊണ്ടിരുന്നു, യേശു പലരെയും വിടുവിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്തും പള്ളിപ്രമാണി യേശുവിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുക. സ്വത്രം അവന്റെ അപേക്ഷ കൊടുത്തിട്ട് യേശു അവന്റെ വിഷയത്തിലേക്കൊന്നും വരുന്നില്ലല്ലോ എന്ന മനോഭാവത്തോടുകൂടി യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവന്റെ ഭവനത്തിൽ നിന്ന് ചിലർ വന്നിട്ട് പറഞ്ഞു, സ്വത്രം നിന്റെ മകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. സ്വത്രം സ്വത്രം ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്വത്രം അവിടെ കൂടി വന്നവരോ യേശുവിൻ്റെ ശിഷ്യന്മാരിലോ ആരോ സ്വത്രം ഈ മനുഷ്യനോട് പറഞ്ഞ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. സ്വത്രം എന്ന് വെച്ചാൽ മരണത്തിന്റെ വാർത്ത കേട്ടിട്ടും ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അരികെ വിട്ടു പോകാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ചില വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും നീ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുത്. അവൻ്റെ ചുറ്റും നിൽക്കാൻ നീ തയ്യാറാകണം. നോക്കിയേ, അവൻ്റെ കാതിൽ കേട്ടത് തൻ്റെ കുഞ്ഞിൻ്റെ മരണവാർത്തയാ. ആ മരണവാർത്ത കേട്ടിട്ടും ആ മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് മാറിയില്ല. യേശുവിനെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരുന്നു. മുട്ടുവിൻ തുറക്കപ്പെടുക. സ്വത്രം യേശുവിനെ സ്വത്രം അവൻ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എന്തെന്നറിയാമോ? സ്വത്രം മരിച്ചുപോയാലും സ്വത്രം എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാല് എൻ്റെ കുഞ്ഞിനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവനാണ് നസ്രായൻ എന്ന തിരിച്ചറിവില്ല ആ മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ നിന്ന് പോകാത്തത്. സ്വത്രം വീട് കിട്ടിയില്ലെന്ന് കരുതിയോ, നിനക്ക് ജോലി കിട്ടിയില്ലെന്ന് കരുതിയോ, നീ വിചാരിച്ചതുപോലെ ലോൺ ലഭിച്ചില്ലെന്ന് കരുതിയോ, നീ പ്രതീക്ഷിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഉയർച്ച സംഭവിച്ചില്ലെന്ന് കരുതിയോ, നീ യേശുവിനെ വിട്ടുപോകാൻ തയ്യാറാകരുത്. നീ അവന്റെ മുമ്പിൽ നിൽക്കാൻ നീ തയ്യാറായ എൻ്റെ യേശു നിന്റെ നേരെ സ്വത്രം അത്ഭുതമായി ഇറങ്ങി വരുന്ന സമയം അതിവിദൂരമല്ല. ഹല്ലേലൂയ. സ്വത്രം. ഓക്കേ, ഈ ജനം മുഴുവനും അവനെ സ്വത്രം പറഞ്ഞു, ഇനി യേശുവിനെ ശല്യം ചെയ്യരുത്, പൊക്കോ. സ്വത്രം. ഹല്ലേലൂയ. നീ പറഞ്ഞുകൊണ്ടിരുന്ന, നീ യാചിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥന വിഷയത്തിന് മറുപടി വന്നു കഴിഞ്ഞു. നിന്റെ കുഞ്ഞു മരിച്ചു. സ്വത്രം. നിന്റെ പ്രതീക്ഷ അവസാനിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ സ്വത്രം ജനസമൂഹത്തിന്റെ വാക്കുകൾ കേട്ടവൻ ഹൃദയം തകർന്നു നിന്നപ്പോൾ യേശു പറഞ്ഞു, സ്വത്രം ഹല്ലേലൂയ, ഭയപ്പെടേണ്ട,
വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വാക്കുകൾ കേട്ട് ഭയപ്പെടേണ്ട. നിന്റെ വിഷയത്തിൻ്റെ അകത്ത് ഞാൻ ഇറങ്ങി വരും. സ്വത്രം. നോക്കി, അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നു. സ്വത്രം. ഹല്ലേലൂയ. അവൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ യേശു വന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ദൂതായി കൈമാറുകയാണ്. ചില വിഷയങ്ങളുടെ മുമ്പിൽ ഇന്നും യേശു ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, യേശു എൻ്റെ വിഷയങ്ങളെ കൊണ്ട് നോക്കിയിരുന്നെങ്കിൽ, യേശു എൻ്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ അത്ഭുതം സംഭവിക്കുമെന്ന ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഈ പ്രാർത്ഥന കൂടാരത്തിനകത്ത് ദൈവജനമേ, ഞാൻ നിന്നോട് വിളിച്ചു പറയാം, യേശു നിന്റെ ഭവനത്തിൽ വരും. യേശു നിന്റെ ഭവനത്തിൽ വരും. നീ വിശ്വസിക്കാനൊന്ന് തയ്യാറാകുക. നീ ഭയപ്പെടാതെ വിശ്വസിക്കുക. യേശു നിന്റെ ഭവനത്തിൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഭവനത്തിൽ വന്നു. അവിടെ കേട്ടത് ആരവാരത്തിന്റെയും നിലവിളിയുടെയും ശബ്ദം. ആരവാരത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. വലിയ ബഹളത്തിന്റെ ശബ്ദം. സ്വത്രം. കരയുന്ന ശബ്ദം, കുറ്റപ്പെടുത്തുന്ന ശബ്ദം. ഹല്ലേലൂയ. നൂറുകണക്കിന് പരാതികൾ വിളമ്പുന്ന സ്ഥലം. ഹല്ലേലൂയ. സ്വത്രം. ഈ കുഞ്ഞിനെ നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. നൂറുകണക്കിന് അഭിപ്രായങ്ങൾ, ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം കൂടി വരുന്നൊരു ഇടമാണല്ലോ മരണവീട്. സ്വത്രം. ഹല്ലേലൂയ. പല അഭിപ്രായങ്ങൾ, 100 അഭിപ്രായങ്ങൾ. സ്വത്രം. ഒരു വിഷയം സംഭവിക്കുമ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ എന്നറിയാമോ? ഒരുത്തൻ തകരാൻ നിൽക്കാൻ പോകുമ്പോൾ, സ്വത്രം, ഹല്ലേലൂയ, അവനെ കൈത്താങ്ങൽ കൊടുക്കത്തില്ല. അവൻ തകർന്നു കഴിയുമ്പോൾ അവന്റെ വീട്ടിൽ നൂറുകണക്കിന് ഉപദേശങ്ങളുമായി കയറി വരുന്ന ചില ഉപദേശകന്മാരുണ്ട്. അല്ലേ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വനാന്തരത്തിൽ കിടന്നപ്പോൾ ദാവീദിനെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ദാവീദ് രാജാവായപ്പോൾ എല്ലാവർക്കും അറിയാം. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്റെ ശൂന്യതകളുടെ കാലത്തെ പലർക്കും അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് സ്വത്രം ചുറ്റുമുള്ളവർ അറിയുന്ന നിലവാരത്തില. ദാവീദ് കാരാഗ്രഹത്തിൽ, ദാവീദ് ആ കാടിനുള്ളിൽ കിടന്നപ്പോൾ ആർക്കും ദാവീദിനെ അറിയില്ലായിരുന്നു. സ്വത്രം. ചില ശൂന്യതകള്, ചില തകർച്ചകളുടെ നടുവിലും നിന്നെ ആർക്കും അറിയത്തില്ല. നിന്റെ വേദന ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് വരും. സ്വത്രം. എന്നാൽ യേശു നിന്റെ ഭവനത്തിനകത്ത് വന്നാൽ ചില ആരവാരവങ്ങളെയും ചില നിലവിളികളുടെ ശബ്ദങ്ങളെയും എന്റെ ദൈവം നിശബ്ദമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ആരവാരം അതല്ലേ സ്തോത്രം. പലയിടത്ത് സംഭവിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ സ്വത്രം എല്ലാവരും വന്ന് കുറ്റം പറയും. സ്വത്രം. നീ നേരത്തെ തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ്, നീ ആ വിഷയത്തിൽ സംസാരിക്കാത്തത് കൊണ്ടാണ്, നീ എവിടെന്നെങ്കിലും ലോൺ എടുക്കാത്തത് കൊണ്ടാണ്, ഇങ്ങനെ നൂറുകണക്കിന് അഭിപ്രായം പറയും. എൻ്റെ കഷ്ടത പലതും കണ്ടവരാ. സ്വത്രം. നമ്മുടെ കഷ്ടതയും നമ്മുടെ പ്രയാസവും നാം അനുഭവിക്കുന്ന വിഷയങ്ങളും അറിയുന്നവരാണ് ഈ വന്ന അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് നീ ഓർക്കണം. സ്വത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, ജോസഫ് അടിമയായപ്പോഴും, ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും, ജോസഫ് സ്വത്രം ഹല്ലേലൂയ പോത്തിഫറിന്റെ വീട്ടിൽ കിടന്നപ്പോഴും ഒരു സഹോദരന്മാരും അവനെ കാണാൻ വന്നില്ല. സ്വത്രം. ഹല്ലേലൂയ. ഒരു സഹോദരന്മാരും വന്നില്ല. സ്വത്രം. ഹല്ലേലൂയ. ആരും വന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വത്രം, ഹല്ലേലൂയ, നിന്റെ തകർച്ചയുടെ സമയത്ത് ഒരുത്തരും നിന്റെ വീടിനകത്ത് വരത്തില്ല. ഒരു പ്രവാചകനും വരത്തില്ല. പ്രാർത്ഥിക്കാൻ വന്നാൽ ഒന്നും കിട്ടത്തില്ലല്ലോ. സ്വത്രം. എല്ലാം പൂജ്യമല്ലേ. സ്വത്രം. കടം കയറി നിൽക്കുകയല്ലേ. അതുകൊണ്ട് നിന്റെ വീട് മാറി മറ്റു വീടുകളിൽ പോകും. പല ഉപദേശിമാരും അങ്ങനെയാ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ ശൂന്യതകളെ മാറ്റി നിന്നെ രാജസിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു സുദിനമുണ്ട്. പലരും നിന്നെ തേടി വരുന്ന ഒരു കാലമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദേ, നിനക്കൊരു സുവർണ കാലഘട്ടമുണ്ട്. എന്നാൽ ദാവീദ് പറയും, എന്റെ മോശപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടം, ആരും എന്റെ ശബ്ദം കേൾക്കാത്ത ഒരു കാലഘട്ടം, എന്റെ ശബ്ദം മൃഗങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന കാലഘട്ടം, 4 ചുവരുകൾ മാത്രം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി 4 ചുവരുകളും ശബ്ദം കേട്ടുകൊണ്ട് ചില ജീവിത വിഷയങ്ങളുടെ മുമ്പിൽ സ്തോത്രം കൂരിരിന്റെ നടുവിലിരിക്കുന്ന ദൈവജനമേ, ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയാ, നിന്റെ അവസ്ഥകളെ മാറ്റി നിന്നെ ഉയരങ്ങളിൽ കൊണ്ടുവരുന്ന ദൂരം അതിവിദൂരമല്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാതെ പോകുകയില്ല. പള്ളി പ്രമാണിയുടെ വീടിനകത്ത് യേശു വന്നതുപോലെ നിന്റെ വീടിനകത്ത് വന്നാൽ, നിന്റെ വീടിനകത്ത് സ്വത്രം മരിച്ചുപോയി എന്ന് പറയുന്ന വിഷയങ്ങൾ, തീർന്നുപോയി എന്ന് പറയുന്ന വിഷയങ്ങൾ, ഇല്ലാതായി എന്ന് പറയുന്ന വിഷയങ്ങൾ, നിന്റെ തലമുറകൾ തീർന്നു, ഇനിയൊരു ഉയർപ്പില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഈ അത്ഭുതം കാണാൻ ദൈവം സ്വത്രം തിരഞ്ഞെടുത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയവരിൽ 2 പേർ സ്വത്രം പത്രോസും യോഹന്നാനുമായിരുന്നു. ഹല്ലേലൂയ, സ്വത്രം. ഇത് കണ്ടവനാ എൻ്റെ നസറയനായ യേശു. മരിച്ചു കിടന്ന 12 വയസ്സ് പ്രായമുള്ള ആ ബാലികയോട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവിടെ കരത്തെ പിടിച്ചുയർത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്നു. സ്വത്രം. ഹല്ലേലൂയ. നോക്കിയേ, ഈ കണ്ട് അനുഭവമുള്ള 2 വ്യക്തിത്വങ്ങളാ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുമ്പിൽ. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. അതിൻ്റെ സ്വത്രം കവാടത്തിൻ്റെ മുമ്പിൽ ഇരുന്ന യാചകനോട് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കൈവശമില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുമെന്ന വ്യാമോഹത്തോടുകൂടി നീ ദൈവത്തെ സമീപിക്കരുത്. നിന്റെ കൂടെ ഇരിക്കുന്ന കാശുള്ളവൻ പോലും നിന്റെ വിഷയം കണ്ടില്ലെന്ന് വരും, നിന്റെ വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന് വരും. സ്വത്രം. നിന്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് വരും. എന്നാൽ നിന്റെ കണ്ണുനീരും നിന്റെ വിഷയവും നിന്റെ വേദനയും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ ആർക്കും തടയുവാൻ കഴിയത്തില്ല. നിന്റെ അവസ്ഥകളെ അവൻ മാറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലരെ പ്രതീക്ഷിക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ എന്നെ പ്രതീക്ഷിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രതീക്ഷിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ദൂത് പറയുക. 100 കണക്കിന് ദൈവദാസന്മാരുടെ ആലോചനകൾ ഇതിനകത്ത് മുഴങ്ങുന്നുണ്ട്. അനേകം ഭക്തന്മാരുടെ വാക്കുകൾ പ്രവചനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടവരാ. ഇന്നും സ്വത്രം സമൃദ്ധിയുടെ ചുവടുകളിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ കഴിയാതിരിക്കുന്ന ദൈവജനമേ, സ്വത്രം ക്രമീകരണത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നീ കയറി വന്നാൽ, സ്വത്രം നോക്കിയേ, സ്വത്രം കവാടത്തിലിരുന്ന് യാചിക്കുന്ന മനുഷ്യൻ പിന്നീട് കണ്ടത് ആലയത്തിനകത്താ. സ്വത്രം. ഹല്ലേലൂയ. ആലയത്തിനകത്താ. പുതിയ നിയമസഭ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാ, പത്രോസിനോടും യോഹന്നാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എൻ്റെ ദൈവം ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞത്, നീ പുറത്തിരിക്കേണ്ടവനല്ല, നീ അകത്തിരിക്കേണ്ടവനാണ്. നീ ദൈവ സാന്നിധ്യം കൈവശമാക്കേണ്ടവനാണ്. നീ നന്മകളെ അവകാശമാക്കേണ്ടവനാണ്. നീ എൻ്റെ പ്രജയല്ല, നീ എൻ്റെ മക്കളാണെന്ന് തെളിയിച്ചൊരു ഇടമാണ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അത് ആവർത്തിക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വത്ര. സമയം ഏകദേശമായി എന്ന് ഞാൻ കരുതുന്നു. സ്വത്ര. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ഇന്ന് രാത്രി ഇതിനകത്ത് തുറക്കുകയാ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ഇതിനകത്ത് തുറക്കുകയാ. സ്വത്രം. ചില സാഹചര്യങ്ങൾ കൊണ്ട് നീ ആലയത്തിന് പുറത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൂത് പറയുക. ചില തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ദൂത് പറയുക. ഓ സ്വത്രം. പത്രോസ് എടുത്തതുപോലെ ചില തീരുമാനങ്ങൾ സ്വത്രം മാറ്റത്തില്ല. ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ഇനി സ്വത്രം സംസാരിക്കത്തില്ല. എന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കത്തില്ല. എന്റെ മക്കളോട് ഞാൻ ഇനി സംസാരിക്കത്തില്ല. ഞാൻ ഇനി ഒരിക്കലും ആ കുടുംബമായി ഒരു ബന്ധത്തിനും പോകത്തില്ല എന്ന് പറഞ്ഞ് നീ തീരുമാനമെടുത്തിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ഹല്ലേലൂയ. സ്വത്രം. കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഗ്ലോറി ടു ലോർഡ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അഭിഷേകത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ സ്വത്രം. നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി സ്വത്രം. നമ്മുടെ ദൈവം ആരെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിന്റെ വീടിനകത്ത് നീ സേവിക്കുന്ന ദൈവം നീ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ? വിശുദ്ധ ബൈബിൾ. സ്വത്രം. നീ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആലയത്തിലേക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഓടുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവർ പറയുന്നത്, ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു, ഒരു പ്രാർത്ഥനക്കാരൻ വന്നിരിക്കുന്നു, ഒരു ആത്മീയൻ വന്നിരിക്കുന്നു. സ്വത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. നിന്റെ ദൈവമാരെന്ന് സ്വത്രം തെളിയിക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാക്. ഹല്ലേലൂയ. ഓ റാബാലാബ ശംധരെ അംധരാ റീബൽ ഷൗഡവരം തേരഗജേ. ഓ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ ദൂതുകളോടൊപ്പം കർത്താവേ കൈകോർക്കുന്നവരായി ഇവർ മാറുവാൻ സ്വർഗം സഹായിക്കണമേ. ഓ ശൂന്യതകളെ നീ പണിയണമേ. പത്രോസിന്റെ പടക് നിറഞ്ഞതുപോലെ ചില വിഷയങ്ങൾക്കകത്ത് നിന്റെ നീതി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ പള്ളിപ്രമാണിയുടെ വീടിനകത്ത് നീ കയറി ചെന്നതുപോലെ ഇന്ന് രാത്രി ചില വീടുകൾക്കകത്ത് നീ കയറി ചെല്ലണമേ കർത്താവേ. സ്വത്രം. പുറം പറമ്പിലിരുന്ന സ്വത്രം പുറത്തിരുന്ന യാചകനായ ആ മുടന്തനായ മനുഷ്യനെ ആലയത്തിന്റെ മഹിമയെ നീ വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ വ്യക്തികളിൽ ദൈവാത്മാവിന്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നീ ചെയ്താട്ടെ. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ ആമേൻ ആമേൻ.